നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ത്യ മഹാരാജ്യത്ത് ജനിക്കുന്ന ഓരോ വ്യക്തിക്കും സ്വതന്ത്രമായി സംസാരിക്കാനും ഈ രാജ്യത്തെ സ്നേഹിക്കാനും അവനിഷ്ടമുള്ള മതം സ്വീകരിക്കാനും അവനിഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാനും പൂജിക്കാനും ഇഷ്ടമുള്ള സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാനുമുള്ള കൂടാതെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഇന്ത്യ എന്നാണ് നിങ്ങളും ഞാനും ഇതുവരെ കരുതി വച്ചിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യമില്ല. ജനാധിപത്യം ഉണ്ടാകണം, പുലരണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മളെ അടിച്ചിരുത്തും എന്നുള്ളത് മറ്റൊരു കാര്യം. നമ്മുടെ നാട്ടിലെ യുവാക്കൾ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ തടിച്ചുകൂടി. അവരുടെ ആവശ്യം അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം കാലികമല്ലെന്നും അത് അഴിമതി നിറഞ്ഞതും ആർക്കൊക്കെയോ ഗുണം ചെയ്യുന്നതും കുറച്ചുപേർ ഗുണം ചെയ്യുകയും കുറച്ചുപേർ ഗുണം ചെയ്യാത്തതുമാണെന്നും അതുമൂലം അത് നീതിയുക്തമാക്കണമെന്നും അഴിമതി ഇല്ലാത്തതാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. അതോടൊപ്പം അവരുന്നയിച്ച മറ്റൊരു കാര്യമാണ് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ എന്നുള്ള കാര്യം. തൊഴിൽ എന്നുള്ളത് ഒരാളുടെ ജീവിത അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി യുവാക്കൾക്ക് രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റും, അവർക്ക് സമരം ചെയ്യാൻ പറ്റും. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ രക്ഷകർത്താക്കൾക്കോ പൊതുസമൂഹത്തിനോ പോയി നിൽക്കുന്നതിനോ ഒന്നും ഒരു തടസ്സമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് UPSCക്കാരെല്ലാം കൂടി ഒരു സമരം ചെയ്തു. ആ സമരം ചെയ്തവരോട് സംസാരിക്കാൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് കത്ത് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദൂതനായി ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയോട് ചെല്ലുന്നു, അവർക്ക് ലെറ്റർ കൊടുക്കുന്നു, അവരെ വിളിക്കുന്നു, 2-3 പ്രാവശ്യമായിട്ട് ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു. ഓണക്കാലത്തും അല്ലാത്തപ്പോഴും സെക്രട്ടറിയുടെ നടയിൽ കിടക്കുന്ന പല സമരങ്ങളും ഞാനും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഈവൻ ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി നേരിട്ട് ചെല്ലുന്ന ഒരു ദിവസം കൂടി ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുകയാണ്. അങ്ങനെ ചെയ്താൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. പല പ്രശ്നങ്ങളെയും നമ്മുടെ തൊഴിലിടങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ പൊതുനിരത്തിലേക്ക് വലിച്ചഴിക്കാതിരിക്കാൻ ഭരണാധികാരിക്ക് കഴിയും എന്നുള്ളതും മനസ്സിലാക്കണം. ഭരണാധികാരിയുടെ കയ്യിലിരിപ്പും ആ സമരത്തെ നേരിടുന്ന രീതിയുമാണ് അവരെ ഏതൊക്കെ രീതിയിൽ സമരത്തെ മാറ്റിക്കൊണ്ടുപോകണം എന്നവരെ ചിന്തിപ്പിക്കുന്നത്. ക്രൂരമായി പെരുമാറുന്ന ഭരണാധികാരിയാണെങ്കിൽ അതിൽ സമരത്തിൽ പങ്കെടുക്കുന്ന ആരും, യുവാക്കളായാലും യുവതികളായാലും പ്രായമുള്ളവരായാലും, സമരത്തിന്റെ ഗതി തന്നെ മാറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ പലതും സംഭവിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് പല കുട്ടികളുടെ ശരീരമാസകലം മുറിവുണ്ടാവുകയും അത് പെല്ലറ്റ് ഗൺ അല്ല എന്ന് പറയുകയും അത് ഞങ്ങൾ ചെയ്തല്ല എന്ന് പറയുകയും ചെയ്ത് നമ്മൾ കണ്ടു. പക്ഷേ നമ്മുടെ കുട്ടികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പുറത്തു വരുന്ന വാർത്ത. അവർ വനിതാ പോലീസുകാരും അല്ലാത്തവർ ഉപയോഗിച്ചിരുന്ന കണ്ണടയിൽ ലെൻസ് വെച്ച്, അതായത് ക്യാമറ പിടിപ്പിച്ച് കുട്ടികളുടെ ബയോമെട്രിക് എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ക്യാമറ വഴി റെക്കോർഡ് ചെയ്ത് ആ കുട്ടികളുടെ കണ്ണിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഓരോ വീടുകളിൽ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയും അവരെ ഓരോരുത്തരെയായി ഇപ്പോഴും കേസിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരോധിച്ച ഒരു സംഭവമാണ് ഈ സാധനം. ഇക്ഷാന വെഹിക്കിൾ ഉപയോഗിച്ച് അഞ്ജന ലെൻസ് ഉപയോഗിച്ചാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അത് യൂറോപ്യൻ രാജ്യങ്ങൾ നിരോധിച്ചതാണ്. ചെയ്യാൻ പാടില്ല. ഏകദേശം 80% സത്യസന്ധമായിരിക്കും അതിൽ കിട്ടുന്ന ഡേറ്റകൾ, അതുവഴി ശേഖരിക്കുന്ന സിഗ്നലുകളും ഡേറ്റകളും എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിഷയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി കുട്ടികളുടെ അവകാശത്തിന്മേൽ, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേൽ, അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ഭരണകൂടത്തിന് അധികാരമുണ്ടോ, പോലീസിന് അധികാരമുണ്ടോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് സുഭാഷ് ചന്ദ്രൻ എന്ന അഡ്വക്കേറ്റ് മുഖേന്ദ്ര രാജ്യസഭയിലെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന A റഹീം എന്ന MP ഒരു പരാതി കൊടുത്തിരിക്കുന്നു, ഒരു അന്യായം ഫയൽ ചെയ്തിരിക്കുന്നു. ഭരണഘടനയുടെ 14, 19, 21 അനുച്ഛേദങ്ങൾ അനുസരിച്ച് ഈ ചെയ്തത് തെറ്റാണെന്നും പൗരൻ്റെ സ്വകാര്യതയിലേക്കുള്ള കൈകടത്തലാണെന്നും അതിനെതിരെ സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് ഒരു ഉത്തരവ് വേണമെന്നാണ് റഹീമിൻ്റെ ആവശ്യം. റഹീം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഇതുവരെ പാഴ്വേലയാണെങ്കിലും ഈ കാര്യത്തിൽ അയാൾ ചെയ്തത് നല്ല കാര്യമാണ്, അതുകൊണ്ട് അയാളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യണമല്ലോ. അയാൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതിന് നല്ലൊരു പിന്തുണ കോടതിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് റഹീമിന് അനുകൂലമായി കിട്ടുകയാണെങ്കിൽ അത് നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന, യുവാക്കളോട് ചെയ്യുന്ന, അയാൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിട്ട് വേണമെന്നാണ് നമുക്കതിനെ കാണാൻ. എന്തായാലും റഹീം ഐച്ചോർവൈ ആരായാലും സുപ്രീം കോടതി അതിനെ ഏത് രീതിയിൽ കണക്കാക്കും നമുക്കറിയില്ല. സ്വാതന്ത്ര്യ പരേഡിൽ യുവാക്കൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ച മുഴുവൻ. യുവാക്കൾക്ക് വേണ്ടി 1 കോടി യുവാക്കളെ AI സാങ്കേതിക വിദ്യ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ പ്രധാനമന്ത്രി കഴിഞ്ഞ
12 പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുമെന്നും തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുമെന്നും യുവാക്കളെ കർമ്മോത്സുകരാക്കുമെന്നും എത്രയോ കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നും ജോലി കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞത് വെറും വിപ്പാക്കായി മാറിയതും ആ വാക്കിന് അപ്പുറം മറ്റൊന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനത്തെ കാണാൻ. RSSന് പ്രധാനമന്ത്രിയോടുള്ള മമത അവസാനിച്ചിരിക്കുന്നു. അവർ പുതിയൊരു നേതാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു ഭരണമാറ്റം, ഒരു നേതൃമാറ്റം ഈ അടുത്ത് തന്നെ BJP ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ അമിത്ഷായിലേക്കാവില്ല, RSS നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും ഒരു നേതാവിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് അറിയുന്നത്. RSSൻ്റെ അതൃപ്തി, അതുകൊണ്ടാണ് RSS ചെറുപ്പക്കാരെ അനുകൂലിച്ചുകൊണ്ട് ഭഗവതിൻ്റെ ഒക്കെ ശബ്ദം ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് കേൾക്കേണ്ടി വന്നത്. എന്തായാലും യുവാക്കളോട്, യുവതികളോട്, ഡൽഹിയിൽ സമരം ചെയ്ത ഈ നാട്ടിലെ ചെറുപ്പക്കാരോട്, ഭാവി തലമുറയോട് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തതും ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെയ്തതും നീതിയില്ലായ്മയാണ്, നിയമമില്ലായ്മയാണ്, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്. ആ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് കഴിഞ്ഞ 12 വർഷവും അദ്ദേഹം പല രീതിയിൽ നമ്മളുടെ നേരിൽ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. എന്ത് കഴിക്കണം, എന്ത് പറയണം, എന്തിനേറെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു ദേശീയ ഗാനം തന്നെ ആലപിക്കണം, അത് മുഴുവൻ മിനിറ്റുകളെടുത്ത് ആലപിക്കണമെന്ന് പറയുന്നത് പോലും ദേശസ്നേഹത്തിന് പുറത്തല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഹൈന്ദവതയുടെ മുഖമുദ്രയായി ഹിന്ദുയിസം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു മാർഗം കൂടി, ഹിന്ദുത്വം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു മാർഗമായി നമ്മുടെ പ്രധാനമന്ത്രി കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്ത് പട്ടിണിയില്ലാത്ത പട്ടിണിയില്ലാത്ത ജനങ്ങൾ ഉണ്ടാവാൻ പ്രയത്നിക്കുന്നതിന് പകരം ഒരു രാജ്യസ്നേഹം മുറ്റി നിൽക്കുന്ന ഒരാളിന് എപ്പോഴും രാജ്യസ്നേഹത്തിൻ്റെ പേര് പറയാൻ വേണ്ടി ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ മറവിലാണ് ഇന്ന് രാജ്യം സ്വാതന്ത്ര്യദിനം ആചരിച്ചതും അതിൻ്റെ പുറത്തുള്ള ആഘോഷങ്ങളും നടന്നെന്ന് മനസ്സിലാക്കണം. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അതിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.